ഇന്നത്തെ അറിയിപ്പുകൾ. ട്രെയിനുകളിലെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് വെട്ടിക്കുറച്ച് റെയിൽവേ. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുടെ എണ്ണം ആകെ ബർത്തുകളിലെ 25% ചുരുക്കി. ദീർഘദൂര ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലെയും തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റെയിൽവേയുടെ നീക്കം. നടപടി ഉടനെ നടപ്പാക്കി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. മൊത്തം സീറ്റിന്റെ 25% ടിക്കറ്റായിരിക്കും ഇനി മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റിനായി നൽകുക. ഭിന്നശേഷിക്കാർ, പട്ടാളക്കാർ, പ്രത്യേക ഇളവുള്ള ക്വാട്ടകൾക്ക് ഈ നിയന്ത്രണം ബാധകമാവില്ല. നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള വിഭാഗങ്ങളിൽ നിശ്ചിത പരിധി കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല. നേരത്തെ ദീർഘദൂര വണ്ടികളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ അനുവദിക്കുന്നതിന് മറ്റു പലവിധത്തിലുള്ള മാനദണ്ഡങ്ങളായിരുന്നു നടപ്പാക്കിയിരുന്നത്. പലപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ 300 വരെ ടിക്കറ്റുകൾ ലഭ്യമാകുമായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ബർത്ത് പ്രതീക്ഷിച്ച് യാത്ര തുടരുന്നത് തിരക്ക് വർദ്ധിക്കാനും തർക്കങ്ങൾക്കും പലപ്പോഴും കാരണമായിരുന്നു. പുതിയ രീതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെങ്ങുകളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി കർഷക പങ്കാളിത്തത്തോടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കർഷക കൂട്ടായ്മകൾ അപേക്ഷാ ഫോം രേഖകൾ സഹിതം ജൂലൈ 10 വൈകുന്നേരം 5 മുൻപായി നാളികേര വികസന ബോർഡിന്റെ കൊച്ചി ആസ്ഥാനത്ത് നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കണം. കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം പട്ടികജാതി പട്ടികവർഗക്കാരായ ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സൗജന്യ പരിശീലന പരിപാടി ആരംഭിക്കുന്നു. ജൂലൈ 1 തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്, അർത്ഥമാറ്റിക്, ജനറൽ നോളജ് വിഷയങ്ങളിലാണ് പരിശീലനം. +2 ആണ് അടിസ്ഥാന യോഗ്യത. 1 വർഷം കാലാവധിയുള്ള കോഴ്സിൽ ചേരുന്നവർക്ക് പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡും മറ്റ് പഠന സാമഗ്രികളും സൗജന്യമായി നൽകും. ജീവനക്കാരുടെ വായ്പകൾക്ക് ഇനി KSRTC ഗ്യാരണ്ടി നൽകില്ല. ശമ്പളം, പെൻഷൻ, ആനുകൂല്യങ്ങൾ എന്നിവയിൽ നിന്നും വായ്പകളുടെ തിരിച്ചടവ് ഉറപ്പാക്കുന്ന വ്യവസ്ഥ KSRTC പിൻവലിച്ചു. ജീവനക്കാരന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ ശമ്പളത്തിൽ നിന്നോ പെൻഷൻ ആനുകൂല്യത്തിൽ നിന്നോ തുക ഈടാക്കി നൽകാമെന്ന് KSRTC ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പാണിപ്പോൾ മാനേജ്മെന്റ് പിൻവലിച്ചിരിക്കുന്നത്. ഇനി മുതൽ ജീവനക്കാരൻ വായ്പാ തിരിച്ചടവ് മുടക്കിയാൽ KSRTCക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന KSRTC ജീവനക്കാർക്ക് ഇരുട്ടടിയായി പുതിയ ഉത്തരവ്. മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ചയാണ് ജീവനക്കാരെ ദുരവസ്ഥയിലേക്ക് തള്ളിയിട്ടത്. വായ്പാ തിരിച്ചടവിനായി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുക KSRTC മാനേജ്മെന്റ് ബാങ്കുകൾക്ക് കൈമാറാതെ മറ്റാവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചു. ഇതോടെ ജീവനക്കാരുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും ബാങ്കുകൾ അവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്നാണ് റിക്കവറി ചുമതലയിൽ നിന്ന് കോടതി KSRTCയെ വിലക്കിയത്. ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ശമ്പള സർട്ടിഫിക്കറ്റിലെ ഉറപ്പ് വ്യവസ്ഥ തന്നെ എടുത്തുകളയാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് വിവിധ തസ്തികകളിലായി പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നു. കേരള PSC മുഖേനയാണ് നിയമനം. ഫോർമാൻ, കോക്കർ തസ്തികകളിലാണ് ഒഴിവുള്ളത്. യോഗ്യരായവർക്ക് ജൂലൈ 16 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം.